മറ്റു വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഞാൻ സ്പോട്ടിലുണ്ട് സാർ. ഇവിടെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടക്കാണ് സർ. CA സാറിനെ വിളിച്ചായിരുന്നു സാർ. ഓൺ ദ വേ ആണ്. ഓക്കെ സാർ. ഓക്കെ, വിൽ അപ്ഡേറ്റ്. ഓക്കെ. ആ സർ, ഫ്രണ്ട് ഡോർ അനാലിസിൽ നിന്ന് ഒരു ഫോഴ്സ്ഡ് എൻട്രി ആണെന്നുള്ള കാര്യം ഉറപ്പാണ്. Okay. കള്ളന്മാർ ഉപയോഗിക്കുന്ന ചില ടൂൾസ് ഉണ്ട്. Okay. അതിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു റോബറിക്കിടയിൽ നടന്നൊരു സംഭവമാണ് അല്ലേ? നോ സർ, മരണപ്പെട്ട ആളുടെ തലയിൽ പലതവണ ബലമുള്ള ആയുധം ഉപയോഗിച്ച് അടിച്ചിട്ടുണ്ട്. ആൻഡ് സ്റ്റാബ് മോർ ദാൻ 20+ ടൈംസ്. ഇറ്റ് ആക്ച്വലി ഓപ്പൺസ് അപ്പ് എ റിവെഞ്ച് ആംഗിൾ. ഐ തിങ്ക് ഇറ്റ്സ് എ പ്ലാൻ മർഡർ. ഓക്കെ, നമുക്ക് ഈ യൂസ് ചെയ്ത വെപ്പൺ ഏതാണെന്നെങ്കിലും? നോട്ട് ഷുവർ, മേ ബി ആൻ ആൻഡ്രോയിഡ്. CCTV വിഷ്വൽസ് ചെക്ക് ചെയ്തായിരുന്നു. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എൻ്റെ ബലമായ സംശയം ഈ വീട് അറിയാവുന്ന ആരോ ആണ്. ആ സ്നിഫർ ഡോഗ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചില്ലി പൗഡർ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യു ക്യാരി ഓൺ. ബാക്കി എവിഡൻസ് കൂടി കളക്ട് ചെയ്തതിന് ശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് ഷിഫ്റ്റ് ചെയ്തേക്ക്. ശരി എന്നാ. ഇയാൾ ഇങ്ങനെ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കാത്ത കണ്ടോ സാറേ? അത് ഞാൻ അങ്ങനെ ആയിരുന്നേ. ഞങ്ങൾ നാട്ടുകാരുടെ വലിയ സഹകരണമൊന്നുമില്ലായിരുന്നു. ഈ ജോസഫിൻ്റെ ഫാമിലിയൊക്കെ ഭാര്യ ഒരു മോള് കൊണ്ടെന്നറിയായിരുന്നു. അവരിപ്പോൾ എവിടാണോ എന്താണോ ഒന്നും അറിയില്ല സാർ. എൻ്റെ പൊന്ന് സാറേ, അയാളുടെ കയ്യിൽ കൊന്നും അത്ര രൂപമൊന്നും അല്ലായിരുന്നു. അതുകൊണ്ട് അയാളുടെ പെണ്ണുമുള്ളം കൊച്ചും കളഞ്ഞിട്ട് പോകാൻ എന്തായാലും വഴിയുള്ളൂ. പിന്നെ സർവീസ് ചെയ്യുന്നപ്പോൾ കാണിച്ച പോലെ അമ്മയ്ക്ക് ഏത് വഴിക്കാണ് പണി വരുന്നത് പറയാൻ പറ്റത്തില്ല. സാർ എന്താടോ? സാർ, ആ വളവ് കഴിഞ്ഞ് 2 വീട് അപ്പുറത്തുള്ള വീട്ടിൽ CCTV ക്യാമറ ഉണ്ട് സാർ. ഞാൻ അവിടെ പോയി നോക്കി. കോളിംബെൽ അടിച്ചു, നോ റെസ്പോൺസ്. അവിടെ ആരുടെ താമസം? അവിടെ എബിൻ എന്ന് പറഞ്ഞൊരു പയ്യനായിരുന്നു സാറേ. കുറച്ച് നാളായിട്ട് അവിടെ ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നതായിരുന്നു. രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു. രാവിലെ ഇപ്പം എവിടെ പോയെന്ന് അറിയത്തില്ല. എന്നാ വാടോ നോക്കിയിട്ട് വരാം. സാർ, താനോടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീൽ ചെയ്യും. എല്ലാ കാര്യങ്ങളും CEO വരുമ്പോൾ വിളിക്കൂ. ഓക്കെ സർ. വാടോ. ഞാനിത് പണ്ടേ പ്രതീക്ഷ, കുറച്ച് വൈകിപ്പോയി. ഒതുക്കി തീർക്കത്തില്ലായിരിക്കും. ചെറിയ പുള്ളിയൊന്നല്ലല്ലോ. എബിൻ, എബിൻ, ഹലോ. സാറേ, ആ സാറേ, മുകളിലത്തെ റൂമിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. കയറി നോക്കാം. ഹേയ് ഹേയ് എബിൻ, എബിൻ, ഹേയ് എബിൻ, 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 എബിൻ. Okay, okay, okay. Cool, cool. Relax, relax. Ebin, Ebin. Okay, cool. What happened to you? Sir, I was attacked. And he said he was a policeman. പോലീസുകാരനോ? അല്ല, ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ താഴെ കിടക്കുമായിരുന്നു. സർ, ഞാൻ രാവിലെ ജോസഫ് സാറിന്റെ വീട്ടിൽ പോയതായിരുന്നു. അപ്പോൾ അവിടെ നിൽക്കുമ്പോഴാണ് ഒരാൾ എൻ്റെ വീട്ടിലോട്ട് കയറിപ്പോ ഞാൻ കണ്ട്.
ഹലോ, ആരാ? പോലീസ്, ഇത് നിങ്ങളുടെ വീടാണോ? അതെ സർ, ഞാൻ റെന്റിന് ഓക്കെ, താമസിക്കുന്നു. ലെറ്റ്സ് ടോക്ക് ഇൻസൈഡ്. ഇരിക്കടോ. തന്റെ പേരെന്താ? എബിൻ. ഏ? എബിൻ അബ്രഹാം. ആ, താനോട് ഒറ്റയ്ക്കാണോ താമസം? അതെ സർ, ഞാൻ ഇവിടെ റെന്റിന് താമസിക്കുന്നു. ഓൺലൈൻ മാർക്കറ്റിംഗ്, ഫ്രീലാൻസ് വർക്കൊക്കെ ആയി അങ്ങനെ പോകുന്നു. അപ്പൊ അതിന്റെ ഭാഗമായി എടുത്തൊരു സ്ഥലമാണ്. അപ്പൊ ഫാമിലിയൊക്കെ? സർ, എന്റെ നേറ്റീവ് ഹരിപ്പാടാ. അപ്പം ഫാമിലിയൊക്കെ അവിടെ തന്നെയാ. ഐ ആം കമ്മിങ് സ്ട്രേറ്റ് ടു ദ പോയിന്റ്. യെസ് സർ. നിങ്ങളുടെ നെയ്ബർ ജോസഫുമായി ബന്ധപ്പെട്ട് എനിക്കൊന്നിട്ട് കാര്യങ്ങൾ അറിയാനുണ്ട്. ഷോ സർ. മരിച്ച ജോസഫിന് ആരും ശത്രുക്കളായിട്ട് അറിവുണ്ടോ? ഇല്ല സർ, എൻ്റെ അറിവിൽ അങ്ങനെ ആരും ഇല്ല. പിന്നെ ഞാനിങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ഒരു 6 മാസം ആയിട്ടുള്ളൂ. അപ്പം ജോസഫ് സാറായിട്ട് അങ്ങനെ ഒരു പേഴ്സണൽ കണക്ഷൻ എനിക്കില്ല. ഒരു ഹൈ ബൈ ടോക്സ്. ബട്ട് ടു മൈ നോളജ് ഈസ് എ വെരി ഗുഡ് മാൻ. ഇവിടുത്തെ എല്ലാ കാര്യത്തിനും ആക്റ്റീവാണ്. പക്ഷെ പിന്നെ നാട്ടുകാരെ അറിയാലോ, അവർ പറയും സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു സെൽഫ് സെൻറ്റേർഡ് മാൻ ആണ്. ഐ നെവർ ഫെൽ ദാറ്റ് ദോ. കഴിഞ്ഞ ദിവസങ്ങളിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാണുകയോ കേൾക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല സർ. ആക്ച്വലി ഞാൻ ക്രൈം സീനിലേക്ക് പോകുമായിരുന്നു. അപ്പോഴാണ് ഒരു CCTV കണ്ടത്. ഹോപ്പ് ഇറ്റ് വർക്ക്സ്. യെസ് സർ. എനിക്ക് എൻ്റെ ഫൂട്ടേഴ്സ് വേണം. താൻ്റെ ഹാർഡ് ഡിസ്ക് എടുക്ക്. കോപ്പി ചെയ്തിട്ട് കോൺസ്റ്റബിളിനെ കൊടുത്ത് വിട്ടേക്കാം. ആ സർ, സിസ്റ്റം മുകളില്ല, ഞാൻ പോയി എടുത്തിട്ട് വരാം. താനൊരു ഫിലിം എന്തൂസിയാസ്റ്റ് ആണല്ലേ? അതെ സർ. സർ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സർ, ഐ ഡോണ്ട് നോ ഇഫ് ദിസ് ഹാസ് സംതിങ് ടു ഡു വിത്ത് ദ കേസ്. പക്ഷെ സർ, ലൈക്ക് ഐ എം എ ഫിലിം അഡിക്ട്. ഐ ലൈക്ക് ടു വാച്ച് മൂവീസ്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രിയിൽ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനൊരു സിഗരറ്റ് വലിക്കാൻ വേണ്ടി ആ വിൻഡോ സൈഡിന് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ ഐ സോ എ മാൻ വെയറിങ് എ ബ്ലാക്ക് ജാക്കറ്റ് ആൻഡ് വാക്കിംഗ് ടുവേർഡ്സ് ദ ബൈക്ക്. ആ പുള്ളിക്കാരൻ അപ്പം തന്നെ ആ ബൈക്കിൽ കയറിപ്പോയി. അതിലിപ്പോൾ ഇത്ര സസ്പീഷ്യസ് തോന്നുന്ന എന്താ കാരണം? അല്ല സർ, അപ്പോൾ സമയം ഏതാണ്ട് 2 മണിൻ്റെ അടുത്തായിരുന്നു. ആ സമയം ഞാൻ അത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷെ പിന്നെ രാവിലെ ന്യൂസും കൂടെ കേട്ടപ്പോൾ. സ്പെസിഫിക് ആയിട്ട് തനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? സർ, ഞാൻ രാവിലെ വീട്ടിൽ നിന്നപ്പോൾ നമ്പർ ഓർത്തെടുക്കാൻ നോക്കിയായിരുന്നു. ഒരു ബ്ലാക്ക് ബുള്ളറ്റ് ആയിരുന്നു. KL05 ആയിരുന്നു നമ്പർ സ്റ്റാർട്ട്. വേറൊന്നും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സർ. താനതാരോടെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല സർ. ഈ പറഞ്ഞെല്ലാം മൊഴി കൊടുക്കൂല്ലോ അല്ലേ? സർ, ഞാൻ മൊഴി കൊടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോഴാണ് സാറിനെ കണ്ടേ. നൗ ഐ തിങ്ക് ഐ ഷുഡ്. മേ ബി ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. യു ഷുഡ്. ഇങ്ങനെ ഒരു കേസിൽ എവറി സിംഗിൾ ഇൻഫർമേഷൻ ഇസ് ഡെഡ്ലി വാല്യുബിൾ. അതൊരു പക്ഷേ കൊലപാതകം കൊണ്ട് എത്തിച്ചേക്കാം. അവിടെ നിന്നാണോ നിങ്ങൾ കണ്ടത്? യാ അതെ സർ. താഴെ കുറച്ച് മാറി പാർക്ക് ചെയ്തിരിക്കുമായിരുന്നു. ക്യാൻ യു ഷോ മീ? യാ ദേ അങ്ങോട്ട് കുറച്ച് മാറിയായിരുന്നു സർ. ദേ ആ ബൈക്കില്ലേ, ആ ബ്ലാക്ക് ബുള്ളറ്റ് KL05. സർ സർ, ഇതാ സെയിം വണ്ടി. ഓക്കെ ബിൻ, നമുക്ക് ഇയാളുടെ ഒരു
വന്നയാളുടെ ഫിസിക്കൽ ഡീറ്റെയിൽസ് വല്ലതും മുഖം അങ്ങനെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? നമുക്കൊരു എക്സ്പെർട്ടിനെ കൊണ്ടൊരു രേഖാചിത്രം വരപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. Yes, sir. I will try. ഓക്കെ ഗുഡ്. അപ്പോൾ ഈ സാറിൻ്റെ അടുത്ത് ഈ വിവരങ്ങളെല്ലാം കൂടെ ഒന്ന് കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. നമുക്ക് ബാക്കിയെല്ലാം നോക്കാം. ഓക്കെ, റിലാക്സ്. ബിജേഷ് പറയടോ. സാറേ, ആ ജോസഫ് കൊലക്കേസിൽ ഒരു വിറ്റ്നസ് ഉണ്ട്. ഒരു പയ്യനാ. പയ്യനോ? മഫ്റ്റിയിൽ വന്നൊരു പോലീസുകാരൻ അവൻ അറ്റാക്ക് ചെയ്തിട്ട് അവൻ്റെ CCTV ഫുട്ടേജിൽ എടുത്തുകൊണ്ട് പോയിന്ന്. പോലീസുകാരനാണെന്ന് അവനങ്ങ് തീരുമാനിച്ചോ? കൊള്ളാം. എന്നിട്ട് ഇന്നലെ അർദ്ധരാത്രിയിൽ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരാളെയും പിന്നെ ഒരു KL05 രജിസ്ട്രേഷനുള്ള ബുള്ളറ്റും കണ്ടതായിട്ടാണ് മൊഴി. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന ആൾ അവൻ തന്നെയാവും സാർ. സാറേ, ഇവനെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പുറത്തൊരാൾ വന്നതുകൊണ്ട് മാത്രമേ പയ്യൻ രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ പയ്യനെയും കെട്ടി തൂക്കിനെ. ഓക്കെ, താനൊരു കാര്യം ചെയ്യ്. അവനെ വിളിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യ്. ആൻഡ് യു ലീഡ് ദ ടീം. ഓക്കെ സാർ, ഞാൻ അയാളുടെ രേഖാചിത്രം വരയ്ക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് സാർ. അത് കിട്ടിക്കഴിഞ്ഞാലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സാർ. ഓക്കെ. Mm.